നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളികേര കർഷകരുടെയും ചെറുകിട വ്യവസായ സംരംഭകരുടെയും കൂട്ടായ്മയായ മുസിരിസ് കോക്കനട്ട് പ്രൊഡക്റ്റിന്റെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉൽപാദക കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് മതസ്വാതന്ത്ര്യം ലഭിച്ചത് ഇടതുഭരണത്തിലാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ. വാർത്തകൾ വിശദമായി. കേര ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് സംബന്ധിച്ച് സംസ്ഥാനം ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. നാളികേര കർഷകരുടെയും ചെറുകിട വ്യവസായ സംരംഭകരുടെയും കൂട്ടായ്മയായ മുസിരിസ് കോക്കനട്ട് പ്രൊഡക്റ്റിന്റെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉൽപാദക കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. തെങ്ങിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് നല്ല സാധ്യതയാണ് സംസ്ഥാനത്തുള്ളത്. പക്ഷേ ഈ സാധ്യത പ്രയോജനപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് ഉള്ള ഒരു സംരംഭമാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇനി വിവിധ തരത്തിൽ വിവിധ രൂപത്തിൽ കൂടുതലായി വരേണ്ടത്. വന്നു കഴിഞ്ഞാൽ തുടങ്ങുന്നവർക്ക് മെച്ചം, അതിൽ അംഗങ്ങൾക്ക് മെച്ചം, മാത്രമല്ല കൃഷിക്കാർക്ക്, കർഷകർക്ക് മെച്ചം, അവസാനം നോക്കുമ്പോൾ ജനങ്ങൾക്ക് മുഴുവൻ മെച്ചം. നാടിന് നമ്മളെ കേരളത്തിന്റെ വളർച്ചക്ക് നിലനിൽപ്പിന് ഇവിടെ ശ്രീ സുനിൽ കുമാർ പറഞ്ഞതുപോലെ ഏകമാർഗം എന്ന് പറയുന്നത് കേര ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവാണ്. കേര ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് കൊണ്ട് എല്ലാം വ്യത്യാസപ്പെടും. ഒരു തെങ്ങ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊന്നും ഒഴിവാക്കാനില്ല, കൽപ്പക വൃക്ഷമാണ് എന്ന് പണ്ടേ പറയുന്നതാണ്. വേരും തടിയും ഓലയും എല്ലാം അതിൽ നിന്നാണ് ഇപ്പൊ നീര. അങ്ങനെ നോക്കിയാൽ ദൈവം കണ്ടറിഞ്ഞ് തന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്, ഒരു ഉൽപ്പന്നമാണ്, ഒരു കൃഷിയാണ്. പക്ഷേ അത് മനുഷ്യൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. എല്ലാ തൊഴിലുണ്ടാവും അതിൽ നിന്ന്, വരുമാനം ഉണ്ടാവും അതിൽ നിന്ന്. അതേപോലെ തന്നെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വലിയ പരിപാലനം ഒന്നും വേണ്ട, ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ മാർക്കറ്റിൽ നടക്കുന്നത് ശരിയായ കാര്യമല്ല. ഇവിടെ ശ്രീ സുനിൽകുമാർ പറഞ്ഞതുപോലെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് വേറെ പലരുമാണ്. അതിൽ നിന്ന് എല്ലാ സാധനങ്ങളും ലോകത്ത് മുഴുവൻ ഉണ്ടാക്കുന്നു, നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ വില കിട്ടാനാണ്? സോപ്പ് ഉണ്ടാക്കുന്നു, അത് വലിയ അങ്ങനെ വേറെ എവിടെയെങ്കിലുമാണ്. അതുപോലെ തന്നെ എത്ര എണ്ണമറ്റ ഉൽപ്പന്നങ്ങളാണ് ഇത് അടിസ്ഥാനമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാണ് എന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കുക. ഇപ്പോ ചെറിയൊരു മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആളുകൾ കാര്യങ്ങൾ കണ്ടു, വിദേശത്തൊക്കെ അമേരിക്കയിൽ പുറത്തൊക്കെ പോയി കാര്യങ്ങൾ പഠിക്കുന്നു. നമ്മുടെ പുതിയ തലമുറ പല റിസർച്ചുകളും നടത്തുന്നു. അവരുടെ പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വാഞ്ച അവർക്കുണ്ട്. കയ്പമംഗലം നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹഫ്സ ഉഫൂർ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അനിത ശിവരാമൻ, KG ശിവാനന്ദൻ, സീഷോർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ES മുഹമ്മദ് അലി, സജീവൻ പറപറമ്പിൽ, സ്വാഗത സംഘം ചെയർമാൻ MA വിജയൻ, ജനറൽ കൺവീനർ സോമൻ താമരക്കുളം, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് ശേഷം നടന്ന തൃശൂർ ജനനന്മയുടെ ദൃശ്യഗാന സംഗമം ശ്രദ്ധേയമായി. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരണ്യയെ, വന്ദിപ്പിൻ വരദയെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരണ്യയെ, വന്ദിപ്പിൻ വരദയെ. പച്ചയാം വിരിപ്പിട്ട് സഹ്യനിൽ തല ചായ്ച്ചും സ്വച്ഛാഭിമണത്തിട്ടാം പാദോപദാനം പൂണ്ടും. മതന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസ സ്വാതന്ത്ര്യം ലഭിച്ചത് ഇടതു ഭരണത്തിലാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ. CO പൗലോസ് മാസ്റ്റർ അനുസ്മരണത്തിന്റെ ഭാഗമായി കയ്പമംഗലത്ത് സംഘടിപ്പിച്ച ന്യൂനപക്ഷം ഇടതുപക്ഷത്തിൽ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 1957 EMSന്റെ നേതൃത്വത്തിലുള്ള ഐക്യ കേരളം നിലവിൽ വന്ന ശേഷമാണ്
ക്രിസ്ത്യാനികൾക്ക് ചർച്ചും മുസ്ലിംകൾക്ക് മതപഠനശാലകളും നടത്താനുള്ള സ്വാതന്ത്ര്യം ലഭ്യമായത് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യത്തിന്റെ ആകെ രാഷ്ട്രീയ ഘടനയുടെ വിശദാംശങ്ങളിലേക്കോ കേരളത്തിന്റെ തന്നെ രാഷ്ട്രീയ പ്രക്രിയകളുടെ വിശദാംശങ്ങളിലേക്കോ കടന്നു പോകാൻ ഞാൻ സമയമെടുക്കണില്ല. ചില കാര്യങ്ങൾ എൻ്റെ അവതരണത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചില വക്രതയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം ആദ്യം നടക്കുന്ന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് 1957-ലാണ്. 1957-ലാണ് രണ്ടാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കണം. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്, ഐക്യ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, അതാണ് 1957-ൽ. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ്, CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, ഡോക്ടർ KT ജലീൽ MLA, CK ചന്ദ്രൻ, KV പീതാംബരൻ, PK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ വ്യക്തികളായിട്ടുള്ള അറിവിന്റെ വ്യക്തികളായിട്ടുള്ള കമ്മ്യൂണിസത്തിന്റെ അറിവിന്റെ വ്യക്തികളായിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പതറിപ്പോയി എന്ന് വരും. അതേസമയത്ത് സിനിമ അങ്ങനെയുള്ള ഞങ്ങളുടെ മീറ്റിങ്ങുകളിലൊക്കെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളൊക്കെ ഒരുപാട് വായിച്ചവരാണ്, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടവരാണ്. നമ്മുടെ സഖാക്കൾ, നമ്മുടെ ആളുകൾ പലർക്കും എനിക്ക് തോന്നുന്നു ഇന്ന് എനിക്ക് എതിരായിട്ട് നിൽക്കുന്ന വരുന്ന സ്ഥാനാർത്ഥിയുടെ പേര് നിശ്ചയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതുവരെ ആരുമില്ലാതിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ സ്ഥാനത്തേക്ക് ഒരാൾ വന്നു. ഇനി അദ്ദേഹം പുതിയ പുതിയ തന്ത്രങ്ങൾ ആ പാർട്ടി മെനഞ്ഞെടുക്കും. അവർ പറയാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്. ചില കാര്യങ്ങളൊക്കെ ഈ കൈരേഖ നോക്കി പറയുന്ന പോലെ എനിക്കറിയാം. എൻ്റെ പിതാവ് കൈരേഖക്കാരനായതുകൊണ്ടൊന്നുമല്ല. UDF മുന്നണി ബന്ധം താറുമാറായ കയ്പമംഗലത്ത് കോൺഗ്രസ് ലീഗ് പ്രശ്നം പരിഹരിക്കാൻ DCC രംഗത്ത്. അർഹതപ്പെട്ട അവകാശങ്ങൾ നൽകാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിൽ മുസ്ലിം ലീഗ്. ബുധനാഴ്ച ചേർന്ന DCC എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് കയ്പമംഗലത്തെ പ്രശ്നം പൊന്തിവന്നത്. ജില്ലയുമായി ബന്ധപ്പെട്ട ചാലക്കുടി, തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലീഗ് ഇടഞ്ഞു നിൽക്കുന്നത് വൻ തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവാണ് അടിയന്തരമായി പ്രശ്നപരിഹാരത്തിന് നടപടിയെടുക്കുവാൻ DCC നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെയാണ് കയ്പമംഗലത്ത് കോൺഗ്രസ് ലീഗ് ബന്ധം വഷളായത്. UDF സ്ഥിരമായി ഭരിക്കുന്ന പഞ്ചായത്തിൽ ലീഗിനാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാറുള്ളത്. എന്നാൽ പഞ്ചായത്ത് വനിതാ സംവരണമായതോടെ സ്ഥിരമായി പ്രസിഡന്റ് ആവാറുള്ള PA മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് ശാഠ്യം പിടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസും ലീഗും വഴിപിരിഞ്ഞു. വൈസ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് യൂത്ത് ലീഗ് കരിങ്കൊടി പ്രകടനം നടത്തിയത് വാർത്തയായിരുന്നു. തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശ്നം തീർക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിരുന്നുവെങ്കിലും KPCC അംഗമായ PA മുഹമ്മദ് അലി വഴങ്ങിയിരുന്നില്ല. ഇതോടെ ലീഗ് പ്രശ്നം നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. UDF സംവിധാനത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ ലീഗ് വിട്ടുനിന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാര്യം കഷ്ടത്തിലാകും. മണ്ഡലത്തിലെ എടത്തിരുത്തി, കയ്പമംഗലം, മതിലകം, SN പുരം, എറിയാട് പഞ്ചായത്തുകളിൽ ലീഗിന് ഭരണത്തിൽ പ്രാതിനിധ്യമുണ്ട്. തങ്ങൾക്ക് അർഹതപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതിൽ കുറഞ്ഞ ഒരു നീക്കുപോക്കിനും തയ്യാറല്ലെന്ന് നിയോജക മണ്ഡലം നേതാക്കൾ പറഞ്ഞു. ഇങ്ങനെയെങ്കിൽ കയ്പമംഗലത്ത് നിലവിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വരും. ശനിയാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കണമെന്നാണ് DCC പ്രാദേശിക നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. വ്യാഴാഴ്ച രാത്രി വരെയും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാലക്കുടി മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗങ്ങളിൽ കയ്പമംഗലം മണ്ഡലത്തിലെ ലീഗ് നേതാക്കളുടെ അസാന്നിധ്യം UDFൽ വൻ ചർച്ചയായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ശൃംഗപുരം സെന്റ് മേരീസ് ദേവാലയത്തിൽ മോഷണം.
അൽത്താരയിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. ദേവാലയത്തിന്റെ ജനൽക്കമ്പി വളച്ച് അകത്ത് കയറിയ മോഷ്ടാവ് അൽത്താരയിലെ സ്റ്റീൽ ഭണ്ഡാരം പുറത്തേക്ക് കൊണ്ടുവന്ന ശേഷം താഴെ തകർത്ത് പണം കവരുകയായിരുന്നു. സമീപത്തെ കന്യാസ്ത്രീ മഠത്തിൽ നിന്നും വീടുകളിൽ നിന്നും എടുത്ത പിക്കാസ്, കമ്പി തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് മോഷണം നടത്തിയത്. രാത്രിയിൽ പള്ളിയിൽ നിന്നും ശബ്ദം കേട്ടുവെങ്കിലും ശ്രദ്ധിച്ചില്ലെന്ന് അയൽവാസികളിൽ ഒരാൾ പോലീസിനോട് പറഞ്ഞു. ദേവാലയ വികാരി ഫാദർ ആന്റോ കരിപ്പായി ഔദ്യോഗിക ആവശ്യത്തിനായി എറണാകുളത്തേക്ക് പോയിരുന്നതിനാൽ രാത്രിയിൽ പള്ളിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരാഴ്ച മുൻപ് ചന്തപ്പുര സെന്റ് ജോസഫ് ദേവാലയത്തിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു. ഇനിയൊരു ഇടവേള.